വെള്ളത്തിൽ വരച്ച പര പോലെ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലായിരുന്നു പണ്ടുണ്ട്. പക്ഷെ വെള്ളത്തിൽ നമ്മളൊരു 3-4 ചിത്രങ്ങൾ വരച്ചു. നിങ്ങൾ വെള്ളത്തിന്റെ മുകളിലല്ലേ ചിത്രം ചെയ്തത്, നിങ്ങൾക്ക് വെള്ളത്തിന്റെ അടി പോയിട്ട് ചിത്രം ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ പുതിയ മേഖലകൾ തേടി നടക്കുന്ന ഒരാളാണ്, പുതിയ രീതികൾ തേടി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോഗ്രാം സംഘടിപ്പിച്ചോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അവർക്ക് പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ഒരു എക്സലൻസ് അവാർഡുണ്ട്, വെങ്കല മെഡൽ. അത് എനിക്ക് അവിടെ വെച്ച് അവർ എനിക്ക് വേണ്ടി തരികയാണ് ചെയ്യുന്നത്. അത് ജീവിതത്തിൽ ആദ്യം എന്താ പറയുക, മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഇതിനൊരു സമയമുണ്ട്, ആ സമയത്ത് ചെയ്താൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് ആ രൂപം നമുക്ക് കിട്ടുക. ചിലപ്പോൾ ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ഇത് നിലനിൽക്കാത്ത കുറേ ചിത്രങ്ങൾ ചെയ്തിട്ട് എന്താണ് കാര്യം എന്നുള്ളത്. ചേട്ടാ, ഇതിലേക്ക് മഹാദേവനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് വന്നൊരു സാഹചര്യം എങ്ങനെയായിരുന്നു? നേരത്തെ മനസ്സിലുണ്ടായിരുന്നു മഹാദേവനെ തന്നെ വരയ്ക്കണം? ശരിക്ക് അതൊരു ഏതെങ്കിലും ഇന്ത്യ അറിയപ്പെടുന്ന, ലോകം അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിനെ വരയ്ക്കണമെന്നായിരുന്നു മുമ്പ് മുതലുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ച ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 9-ാം തീയതിയാണ് പോയത്, 15-ാം തീയതിയാണ് ശിവരാത്രി വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ ചിത്രം വരയ്ക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ശിവഭഗവാന്റെ ഒരു ചിത്രം വരയ്ക്കാമെന്നുള്ളൊരു തീരുമാനം മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് പൊതുവെ കൈലാസം എന്ന നമ്മൾ ശിവഭഗവാന്റെ ചിത്രങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം, ബാക്ക്ഗ്രൗണ്ടിലെപ്പോഴും ഹിമാലയ പർവ്വതങ്ങളും കൈലാസങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ കൈലാസത്തിൻ്റെ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ പോകുന്നതും. മാത്രമല്ല ശിവരാത്രിക്കാണ് നമ്മൾ ചെല്ലുന്നതും. അതുപോലെ തന്നെ ശിവഭഗവാന്റെ ഒരു ചിത്രമാണ് ചെയ്യുന്നതും. അപ്പം അതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഇടുക്കിയിലുള്ളൊരു പുതിയൊരു മെഡിറ്റേഷൻ ആശ്രമം വരാൻ പോകുന്ന കൈലാസം പ്രൊജക്റ്റാണ് നമുക്കൊരു സഹായമായിട്ട് നമ്മളെ കൂടെ ഒരാൾ, ആചാര്യ ആർ വിശ്വനാഥ് എന്ന് പറയുന്ന അദ്ദേഹം നമ്മുടെ കൂടെ വരുന്നത്. ഞങ്ങളൊരു 4 പേരാണ് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്നത്. ഒന്ന് ഞാനും, പിന്നെ എൻ്റെ ഒരു ക്യാമറാമാനുണ്ട് സിംബാദ് എന്ന് പറഞ്ഞ അദ്ദേഹം, പിന്നെ എൻ്റെ മകൻ ഇന്ദ്രജിത്ത്, അവനും എന്നെ സഹായിക്കാനായിട്ട് ഇടയ്ക്കൊക്കെ വരയ്ക്കാനൊക്കെ വരുന്നതാണ്. അപ്പോൾ അവൻ മധ്യപ്രദേശിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ അവിടെ നിന്നാണ് വന്നിരുന്നത്. അതുപോലെ തന്നെ ഈ ആചാര്യ ആർ വിശ്വനാഥ്, അങ്ങനെ 4 പേരാണ് ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത്. ഈ നേരത്തെ പറഞ്ഞ നമ്മൾ വിവേകാനന്ദൻ സാറിൻ്റെ ഒക്കെ നാട്ടിലുള്ള മേജർ ജനറലിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടി. അവിടുത്തെ പോലീസ്, അവിടെ ഒരു ഡ്രോൺ നമുക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല ശരിക്കും. അങ്ങനെ പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഡ്രോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ, കാരണം മിലിറ്ററി ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട് അവരൊരു പോലീസുമായിട്ട് ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്കൊരു പ്രത്യേക പെർമിഷൻ അവിടെ നമുക്ക് എടുത്തു തരികയാണ് ഉണ്ടായത്. ആ പെർമിഷനും അതുപോലെ തന്നെ ഈ പട്ടാളക്കാരുടെ സപ്പോർട്ടും കൂടി ആയപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ച കാര്യം കൃത്യമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു കൈലാസം പ്രൊജക്റ്റാണത് നമ്മളെ സഹായിക്കാൻ എത്തിയത്. കൈലാസത്തിലാണ് നമ്മളത് ചെയ്യുന്നത്, ശിവഭഗവാന്റെയാണ്. അതുപോലെ തന്നെ ശിവരാത്രിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം എല്ലാം കൂടി ഒരു കണക്റ്റഡ് ആയിട്ട് തന്നെ ഒരു എന്തോ അത് നിമിത്തം പോലെ അത് ചെയ്തിരിക്കണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മളുടെ ഒരു പരിശ്രമത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെയും പ്രോത്സാഹനത്തിൻ്റെ ഒക്കെ മഹാദേവന്റെ ഒരു കരസ്പർശം അതിലുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും നമുക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് ആ ചിത്രം ഒരു ധൈര്യത്തോടു കൂടി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കുറേയൊക്കെ അതിൻ്റെ ഒരു ശക്തി കൊണ്ട് തന്നെയാണെന്ന് വിചാരിക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതെല്ലാം വരച്ചതിന് ശേഷം ആ ഡ്രോൺ ഷോട്ട് നേരിട്ട് നമ്മൾ കാണുമ്പോൾ എന്തായിരുന്നു തോന്നിയത്? ആ ഒരു പടത്തിന്റെ പൂർണ്ണത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ സമയം കിട്ടിയിരുന്നെങ്കിൽ അതിന് ഡെപ്തും ലൈറ്റും ഡാർക്കൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് പെർഫെക്ഷൻ ആക്കാമായിരുന്നു തോന്നി. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ ഇപ്പോൾ 30 അടി ആഗ്രഹിച്ചിട്ട് 70 അടി ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സംതൃപ്തിയും അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവുമല്ലോ, അത് നമുക്ക് എന്തായാലും ആ ഒരു ചിത്രത്തിൻ്റെ മുഖം കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തായാലും ഇതൊരു വലിയ എന്താ പറയുക ഒരു ചിത്രമായി മാറും എന്നുള്ളൊരു രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക്
ഒരു ആർട്ട് അബ്സ്ട്രാക്റ്റ് വർക്ക് പോലെ കുറേ പെയിൻറ്റ് വാരി തേച്ച പോലത്തെ രീതിയിലാണ് ശരിക്കും ഒരു വർക്ക് വന്നിട്ടുള്ളത്. ശരിക്കും അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തില്ലെങ്കിൽ പോലും കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എനിക്ക് തോന്നി. അത് ഓരോ ആർട്ടിസ്റ്റുകൾക്കും സ്വാഭാവികമായിട്ടും അവരുടെ ചിത്രം ചിലപ്പോൾ സംതൃപ്തിയാക്കാനായിട്ട് ചിലപ്പോൾ തോന്നിയിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അത് ജനങ്ങൾ അംഗീകരിക്കുകയും ആ പെയിൻറ്റിങ്ങിനേക്കാൾ ഉപരി അത് ചെയ്ത രീതിയിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ എന്താ പറയുക ഒരു വാക്ക് തിരുത്തപ്പെട്ടു എന്നാണ് ചർച്ച ചെയ്യപ്പെട്ടതെന്നുള്ളതാണ്. ഐസൻകട്ടയിൽ പെയിൻ്റ് അടിക്കാൻ കഴിയില്ല എന്ന് തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യം അത് തിരുത്തപ്പെട്ടു, ഇനി പെയിൻ്റ് അടിക്കാൻ ഒരാളുണ്ടെന്നുള്ള രീതിയിലാണ് പലരും എന്നെ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം. എല്ലാവരുടെയും ആ പ്രാർത്ഥനയും പ്രോത്സാഹനവും സ്നേഹമൊക്കെ തന്നെയാണ് നമുക്കും ഇങ്ങനെ ഒരു ചെയ്യാനുള്ളൊരു. കാരണം അങ്ങനെ ഓരോ കലാസൃഷ്ടികൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാലും അതെല്ലാം ഒരു വ്യത്യസ്തത ഉണ്ടാകും. നമ്മൾ വെള്ളത്തിൽ വരച്ച വര പോലെ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലായിരുന്നു പണ്ടുണ്ട്. പക്ഷെ വെള്ളത്തിൽ നമ്മളൊരു 3-4 ചിത്രങ്ങൾ വരച്ചു. വെള്ളത്തിന് മുകളിൽ, വെള്ളത്തിന് അടിയിൽ പോയിട്ടും നമ്മൾ ചിത്രങ്ങൾ വരച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിക്രം ബത്ര, ഈ പട്ടാളക്കാർ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ആദരവ് എനിക്ക് ലഭിച്ചു. അതിൻ്റെ ഒരു ഇത് പറയാം, കാരണം വെള്ളത്തിന് അടിയിൽ പടം വരയ്ക്കുക. അതായത് ഞാൻ വെള്ളത്തിന് മുകളിൽ ഒരു ഫോം ഷീറ്റുകൾ ഉപയോഗിച്ച്, കുട്ടികൾ ക്രാഫ്റ്റ് വർക്കിന് ഉപയോഗിക്കുന്ന ഒരു ഫോം ഷീറ്റ് ഉണ്ട്. A4 സൈസിലാണ് അത് കിട്ടുക. ഒരു 10 കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 10 കളർ ഉപയോഗിച്ചുകൊണ്ട് ഒരു യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റിന് മൂന്നാറിലാണ് നമ്മളൊരു വലിയൊരു 50 അടി വലുപ്പത്തിൽ കമലഹാസൻ്റെ ഒരു ചിത്രം നമ്മൾ ചെയ്യുന്നത്. അന്ന് അതിലൊരു തിരുവനന്തപുരത്തുള്ള സ്കൂബ ഡൈവിങ് പഠിപ്പിക്കുന്ന ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു, ജാക്സൺ. അദ്ദേഹം എന്നോട് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ വെള്ളത്തിൻ്റെ മുകളിലല്ലേ ചിത്രം ചെയ്തത്, നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അടി പോയിട്ട് ചിത്രം ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ മേഖലകൾ തേടി നടക്കുന്ന ഒരാളാണ്, പുതിയ രീതികൾ തേടി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോഗ്രാം സംഘടിപ്പിച്ചോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനു മുൻപ് ഞാൻ 2 വർഷത്തോളം ദുബായിലുണ്ടായിരുന്ന സമയത്ത് വേൾഡ് ആർട്ട് എന്ന് പറയുന്ന വലിയൊരു എക്സിബിഷന് ഞാൻ പങ്കെടുത്തിരുന്നു. വേൾഡ് ആർട്ട് എന്ന് പറയുന്നത് 50 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന, 50 രാജ്യങ്ങളിൽ 600ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന, ഏതാണ്ട് ഒരു 40,000 സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്ന വലിയൊരു എക്സിബിഷനാണ്. അവിടുത്തെ ദുബായിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് അത് നടക്കുക. അപ്പോൾ 2022 എനിക്ക് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കവിടെ എൻ്റെ ഒരു 8 ഇൻസ്റ്റലേഷൻസ് പ്രദർശിപ്പിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രദർശിപ്പിച്ച അവർ ഒരു 10 പേരെ അവർ സെലക്ട് ചെയ്തെടുക്കും, ഏറ്റവും ടോപ്പായിട്ടുള്ള 10 പേരെ. അതിലൊരു 7ാം സ്ഥാനം എനിക്ക് കിട്ടി. അത് ജീവിതത്തിലൊരു വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പെൺകുട്ടി, ഇംഗ്ലീഷുകാരി പെൺകുട്ടിയാണ്. അവർ ഒരു കടലിൻ്റെ അടിയിൽ സ്കൂബ ഡൈവിങ് സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ട് കടലിൻ്റെ അടിയിൽ പോയിട്ടൊരു ക്യാൻവാസ് വെച്ചിട്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ അത്ഭുതമായി. ലോകത്ത് ഇങ്ങനെ ഒക്കെ സംഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വന്നിരുന്നു. അപ്പം നമ്മളുടെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലുപ്പം കൂടുതലാണ്, നമ്മൾ ചെയ്യുന്ന എല്ലാവരും ക്യാൻവാസ് കുറച്ച് വലുപ്പം കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ പാടത്തോ പറമ്പിലോ ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുക. ഒരു 350 അടി വലുപ്പത്തിൽ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജാക്സൺ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഇത് എനിക്ക് ചെയ്യാനൊരവസരം കിട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പം ഞങ്ങൾ ആ ഒരു കാർഗിൽ ഡേ വരുന്ന സമയത്താണ് ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ മിലിറ്ററി ക്യാമ്പിൽ പോയി അവിടുത്തെ കമാൻഡർ ഓഫീസറായിട്ട് കണ്ടു. അവർ ബ്രിഗേഡിയറൊക്കെ ആയിട്ട് പോയി കണ്ടിട്ട് അവർ സംസാരിച്ചിട്ട് അവിടുത്തെ സ്വിമ്മിംഗ് പൂള്, വലിയ സ്വിമ്മിംഗ് പൂളാണ്, 120-100 അടിയോളമൊക്കെ വലുപ്പമുള്ള വലിയ സ്വിമ്മിംഗ് പൂളാണ്. 6 അടിയോളം താഴ്ചയൊക്കെ ഉള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. പട്ടാളക്കാർ നീന്തി തുടിക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂള്. അപ്പോൾ അവിടെ നമ്മൾ ഈ കാർഗിൽ യുദ്ധത്തിൽ പരമവീര മൃത്യു വരിച്ചിട്ടുള്ള വിക്രം ബത്ര എന്ന് പറയുന്ന ഒരു സൈനികൻ്റെ ചിത്രമാണ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നേരത്തെ നമ്മൾ വെള്ളത്തിന് മുകളിൽ ഫോം ഷീറ്റുകൾ പൊന്തിക്കിടക്കാൻ വേണ്ടി ചെയ്താണെങ്കിൽ നമ്മൾ വെള്ളത്തിനടി ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും വെയിറ്റ് ഉള്ളൊരു മെറ്റീരിയൽ വെക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ ടൈൽസുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഈ പല കടകളിൽ, തിരുവനന്തപുരത്തുള്ള ഒട്ടുമിക്ക ടൈൽസ് വെക്കുന്ന കടകളിൽ ഞങ്ങൾ പോയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫേസ് ടോണിന് കിട്ടുന്ന കളറുകൾ സെലക്ട് ചെയ്യാൻ തുടങ്ങി. ടൈൽസുകൾ അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനമാണ്, വെള്ളത്തിൽ താഴെയിട്ട് അവിടെ കിടക്കും. അങ്ങനെ കുറേ ടൈൽസുകളൊക്കെ പറക്കിക്കൊണ്ട് വന്ന് നമ്മളവിടെ കൊണ്ടുപോയി എന്താ പറയുക, അടിയിൽ സ്കെച്ച് ചെയ്ത്, അടിയിലൊരു തുണി വിരിച്ചിട്ട് അതിനകത്ത് സ്കെച്ച് ചെയ്ത്, കാരണം അടിയിലത്തെ അവിടെ നിലവിലുള്ള ടൈൽസിൽ നമുക്ക് വരച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാകുമ്പോൾ അതിൻ്റെ സ്കെച്ചൊക്കെ പോകും. അതുകൊണ്ട് ഒരു തുണിയിൽ തന്നെ സ്കെച്ച് ചെയ്തിട്ട്, തുണിയിൽ അടിയിലിട്ട് തന്നെ സ്കെച്ച് ചെയ്ത് നമ്മളത് വലിയൊരു 50 അടി വലുപ്പത്തിൽ ആക്കിയെടുത്തിട്ടാണ് ഈ ടൈൽസുകൾ കൊണ്ടുപോയിട്ട് പൊട്ടിച്ചും
അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ തന്നെ കൊണ്ടുവച്ചത്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ചെയ്യണമെങ്കിൽ നമ്മൾ സ്കൂബ ഡൈവിങ് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് താഴെ പോയിട്ട് കുറേ നേരം നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലാതെ നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോവുകയും അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഈ ജാക്സൻ്റെ കീഴിൽ തന്നെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളിൽ ഈ സിലിണ്ടറൊക്കെ ഫിറ്റ് ചെയ്ത് മുഖത്ത് ഓരോ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ മുങ്ങി നിന്ന് ചെയ്യാൻ പഠിക്കാനുള്ള ഒരു പ്രാക്ടീസൊക്കെ ചെയ്തു. 2-3 ദിവസം അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ അവിടേക്ക് പോയത് തന്നെ. അങ്ങനെ നമ്മളെ സഹായിക്കാനായിട്ട് സ്കൂബ ഡൈവിങ്ങിൽ കുറേ പിള്ളേരൊക്കെ ഉണ്ട്. അവർ ഓരോ ടൈൽസൊക്കെ നമുക്ക് കൊണ്ടുതരും. നമ്മൾ ആ ടൈൽസ് കൊണ്ടുപോയിട്ട് അടിയിൽ കൊണ്ടുപോയി വെക്കും. പക്ഷേ നമ്മൾ വെള്ളത്തിനടിയിലെ കാഴ്ച ഓൺ എയറിൽ നിന്ന് ചെയ്യുന്ന പോലെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. വെള്ളത്തിനടിയിൽ വേറൊരു കാഴ്ചയാണ്. വേറൊരു കാഴ്ച നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ ലെൻസ് പോലെ പ്രവർത്തിക്കും. മീനുകളുടെ കണ്ണ് പോലെയാണ് ലെൻസ് പോലെ പ്രവർത്തിക്കും. നമ്മൾ ചിലപ്പോൾ ഒരടി ടൈൽസും കൊണ്ട് താഴേക്ക് മുങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി ചെല്ലുമ്പോൾ ഒരു വലിയ 2 അടി വലുപ്പമുള്ള ടൈൽസായിട്ട് മാറും. നമ്മൾ അടുത്താണെന്ന് വിചാരിച്ച് കാണുന്ന പല സാധനങ്ങളും കുറച്ച് അകലെയായിരിക്കും. അത് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, വായിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആംഗ്യ ഭാഷയിലാണ് നമുക്ക് ഇത് ഒരു ടൈൽസ് എടുത്തിട്ട് പോവാ, അല്ലെങ്കിൽ ഈ കളർ ടൈൽസ് വേണമെന്നൊക്കെ പറയണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. അങ്ങനെ അവർ കുറച്ച് പേരുടെയൊക്കെ സഹായത്തോടു കൂടി നമ്മളെ ഒരു വെള്ളത്തിനടിയിൽ നിന്നുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് രാവിലെ തുടങ്ങി വൈകിട്ട് 6 മണി, രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണി വരെ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടക്കും. ഇടയ്ക്ക് പൊന്തി വരും, വെള്ളം കുടിക്കും, അല്ലെങ്കിൽ താഴേക്ക് വീണ്ടും പോകും. ഒരു 5 മിനിറ്റ് നിന്നതിന് ശേഷം വീണ്ടും പോകും. ഒരു 3/4 മണിക്കൂറോളമൊക്കെ നമ്മളവിടെ അടിയിൽ അങ്ങനെ തന്നെ കിടന്ന് ഓരോ വർക്കുകൾ ചെയ്യും. അങ്ങനെയാണ് ഒരു 10-12 മണിക്കൂർ കൊണ്ട് നമ്മളൊരു വലിയ 50 അടി വലുപ്പമുള്ള വലിയൊരു ചിത്രം നമ്മൾ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടിട്ട് തന്നെ പട്ടാളക്കാർക്ക് തന്നെ അവിടുത്തെ ബ്രിഗേഡിയർക്കും കമാൻഡിങ് ഓഫീസർമാർക്കൊക്കെ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയും അതുപോലെ തന്നെ അത്ഭുതമാവുകയും ചെയ്തിട്ട് അവർക്ക് പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ഒരു എക്സലൻസ് അവാർഡുണ്ട്, വെങ്കല മെഡൽ. അത് എനിക്ക് അവിടെ വെച്ച് അവർ എനിക്ക് വേണ്ടി തരികയാണ് ചെയ്യുന്നത്. അത് ജീവിതത്തിൽ ആദ്യം മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. ഒരു വേൾഡ് റെക്കോർഡും കൂടിയായിരുന്നു. അതൊരു URF വേൾഡ് റെക്കോർഡും കിട്ടി, ഒപ്പം ഈ ഇന്ത്യൻ ആർമിയുടെ വെങ്കല മെഡലും നമുക്ക് തന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരു മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. അപ്പോൾ വെള്ളത്തിനടിയിലും വെള്ളത്തിന് മുകളിലും തീയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പുകയിലും മെഴുകുതിരി പുക കൊണ്ട് സീലിങ്ങിൽ ചിത്രം വരയ്ക്കുന്നുണ്ട്. അതുപോലെ പാടത്തും പറമ്പിലും കല്ലിലും പുല്ലിലും ഒക്കെ നമ്മൾ നേരത്തെ ടൊവിനോയുടെ ചിത്രം പാടത്താണ്. അത് കരനെല്ല് നട്ടുകൊണ്ടാണ്. 35 അടി വലിപ്പമുണ്ട് ഒരു പാടത്ത്, ഒരു കരയിലുള്ള പാടത്താണ്. അവിടെ നമ്മൾ കരനെല്ല് നട്ടുപിടിപ്പിച്ചിട്ടാണ് ആ ടൊവിനോൻ്റെ ഒരു രൂപം ഉണ്ടാക്കിയത്. ദുൽഖർ സൽമാൻ്റെ രൂപം ചെയ്തത് ഒരു ഉരുളൻ കല്ലുകൾ, പെബിൾസുകൾ, പല നിറങ്ങളിലുള്ള പെബിൾസുകൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തത്. അതുപോലെ നമ്മൾ ഫഹദ് ഫാസിലിൻ്റെ ഒരു ആണി അടിച്ച് ആണ് ഫഹദ് ഫാസിലിനെ നമ്മൾ ചെയ്തത്. മമ്മൂക്കാൻ്റെ ഒരു ചിത്രം ചെയ്തത് മൊബൈൽ ഫോൺ, 600ഓളം മൊബൈൽ ഫോണും 6000 മൊബൈൽ അക്സസറീസും ചേർത്തിട്ടാണ് ഒരു വലിയ 20 അടി വലിപ്പമുള്ള ഒരു ചിത്രം ചെയ്തത്. മോഹൻലാലിൻ്റെ 2 ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ചക്കച്ചുളയിൽ ചെയ്തതും അതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തതാണ്. പക്ഷേ ഏറ്റവും ആദ്യം ഇപ്പോഴും പണ്ട് തൊട്ടേ ഓടിക്കൊണ്ടിരിക്കുന്നത് മറ്റേ പാത്രങ്ങൾ, അടുക്കള പാത്രങ്ങൾ വെച്ചിട്ടുള്ള ലാലേട്ടൻ്റെ ചിത്രം. അതാണ് ആദ്യമായിട്ട് ഞാനൊരു 3D വർക്ക് ഇങ്ങനെ ഈ ഇങ്ങനെയുള്ളൊരു, അത് നമുക്ക് പോലും ഒരു വിശ്വാസമില്ലാത്തൊരു സമയമായിരുന്നു ഇതെങ്ങനെ ആവും എന്നുള്ളത്. പക്ഷേ അതൊരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് അത് നമുക്ക് ആ ചിത്രമായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ കുറേ പാത്രങ്ങൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒക്കെ കുറേ പാത്രങ്ങൾ അടുക്കി വെച്ച പോലെ നമുക്ക് തോന്നുള്ളൂ. അപ്പം അത്തരത്തിൽ ഒരുപാട് വർക്കുകൾ, ഗാന്ധിജിയുടെ വർക്കുകൾ തന്നെ. ഇപ്പം ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അന്തരീക്ഷത്തിൻ്റെ താപനിലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസും കട്ടയിൽ നമുക്ക് പെയിൻ്റ് അടിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ തിരുവനന്തപുരത്ത് നമ്മൾ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ 152 അടി വലിപ്പത്തിൽ ഒരു ഗാന്ധി ജയന്തിക്ക് നമ്മൾ ബലൂണുകൾ ഉപയോഗിച്ച് ഗാന്ധിജിയുടെ ഒരു ചിത്രം തീർത്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ വെയിൽ വന്നാൽ നമുക്കറിയാം ബലൂണൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വെയിൽ വന്നാൽ പൊട്ടും. അപ്പോൾ ഇതിനൊരു സമയമുണ്ട്. ആ സമയത്ത് ചെയ്താൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് ആ രൂപം നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വെയിലാറിയതിന് ശേഷം തലേ ദിവസം 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. രാത്രി ഫുള്ളായിട്ട് ഉറക്കളച്ച് നിന്ന് ഒരു 100ഓളം പേരുടെ സഹായത്തോടു കൂടി നമ്മൾ ആ ബലൂണുകൾ ഇങ്ങനെ കടല് പോലെ കിടക്കുന്ന രീതിയിൽ 152 അടി വലിപ്പത്തിൽ ഈ റൗണ്ടിലാണ് 100,000 ബലൂണുകൾ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ഗാന്ധിജിയുടെ ഒരു ചിത്രം രാവിലെ 8 മണിക്കുള്ളിൽ പൂർത്തിയാക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി വെയിൽ വരാൻ തുടങ്ങി, ചൂട് വന്നു, പടക്കം പൊട്ടണ പോലെ ബലൂണും പൊട്ടാൻ തുടങ്ങി. ഇതൊക്കെ ഈ അന്തരീക്ഷത്തിൻ്റെ ചൂട്, വെയിൽ, താപനില ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോൾ ആ ഒരു ഫോട്ടോ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിരിക്കാം ചിലപ്പോൾ നമ്മളത് എടുക്കുന്നത്. പക്ഷെ ആ വീഡിയോയും ആ ചിത്രങ്ങളുമാണ് പിന്നെ കാലങ്ങളോളം ആളുകളിലേക്ക്
അത് എത്തുന്നത്. ചിലപ്പോൾ ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ഇത് നിലനിൽക്കാത്ത കുറേ ചിത്രങ്ങൾ ചെയ്തിട്ട് എന്താണ് കാര്യം എന്നുള്ളത്. പക്ഷേ നമുക്ക് ഒരു പേപ്പറിലോ ഒരു ക്യാൻവാസിലോ ഒരു കമ്പ്യൂട്ടറിലോ മാത്രം വരയ്ക്കുന്നതാണ് ചിത്രങ്ങൾ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങൾ ഉപയോഗിച്ച് ഈ ലോകത്ത് നിരവധി ചിത്രങ്ങൾ തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പരീക്ഷണം, എൻ്റെ ഒരു ചെറുവിരൽ അനക്കം മാത്രമാണ് ഞാൻ ഈ ഒരു ചെയ്തു കൂട്ടുന്നത്. കല വളർത്തണം, നമുക്ക് നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരെ വളർത്തണം, പ്രോത്സാഹനം കൊടുക്കണം. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒരുപാട് ആളുകൾ വഴിയിലൂടെ ഇപ്പോൾ നിരവധി ആളുകൾ, നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് ഇത്തരത്തിൽ പുതിയ മീഡിയങ്ങൾ കണ്ടെത്താനുള്ള താല്പര്യങ്ങളൊക്കെ തുടങ്ങി. കാരണം ഇവിടുത്തെ കലാകാരന്മാർക്ക് വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇപ്പോൾ പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നമുക്കറിയാം ഒരു കലാകാരന് കിട്ടുന്ന വാല്യൂ അതൊരു ഭയങ്കരമാണ്. കാരണം ഇവിടുത്തെ സിനിമാ താരങ്ങളെക്കാളും സൂപ്പർ സ്റ്റാറുകളാണ് അവിടെ വരയ്ക്കുന്ന ഈ വാല്യൂ ഉള്ള കലാകാരന്മാർ ഓരോരുത്തരും. ഇപ്പോൾ ലിയോണാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന, മൈക്കിൾ ആഞ്ചലോ, പിക്കാസോ എന്നൊക്കെ പറയുന്ന മഹാന്മാരായിട്ടുള്ള കലാകാരന്മാർ നമ്മളിവിടെ കേരളത്തിൽ ഒരു കോണിൽ ജീവിക്കുന്ന ആളുകളൊക്കെ അറിയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ചിത്രങ്ങളുടെ മഹത്വം കൊണ്ടും അവരുടെ ഭാവനകളും ചിന്തകളും ഒക്കെ അത്രത്തോളം ഉള്ളത് കൊണ്ടാണ് നമുക്കത് അവരെ മനസ്സിലാക്കാനും അവരെ ഒക്കെ നമുക്ക് അറിയാനൊക്കെ സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ കേരളത്തിലും ഒട്ടനേകം കഴിവുകളുള്ള കലാകാരന്മാരുണ്ട്. അപ്പോൾ പക്ഷേ അവരെ പരിപോഷിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ നമ്മുടെ സർക്കാർ തലത്തിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ കൊണ്ടുവന്നാലാണ് നമുക്കതിന് എന്താ പറയുക, നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ, കല വളർത്താനൊക്കെ സാധിക്കും. കല ശ്രദ്ധിക്കപ്പെടണം. കേരളത്തിലെ കലാകാരന്മാരെ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ തോന്നിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം നമ്മളൊരു വീട് വെക്കുമ്പോൾ, സാധാരണ ഒരു വീട് വെക്കുമ്പോൾ അവൻ ചിലപ്പോൾ ഇറ്റാലിയൻ മാർബിളും വിദേശത്തുനിന്ന് പല എക്യുപ്മെൻറ്റ്സും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടായിരിക്കും ആ വീട്ടിൽ എല്ലാം ചെയ്യുന്നത്. പക്ഷേ ആ വീട്ടിൽ വെക്കുന്ന, ചുമരിൽ വെക്കുന്ന ഒരു ചിത്രം ചിലപ്പോൾ അവൻ ഏതെങ്കിലും നെറ്റിൽ നിർത്തിയ ഒരു പടം പ്രിൻ്റ് അടിച്ചിട്ട് അതായിരിക്കും വെക്കുക. എന്നാൽ പോലും ഒരു പ്രദേശവാസിയായിട്ടുള്ള ഒരു കലാകാരനൊരു വർക്ക് കൊടുക്കുകയോ ഒറിജിനൽ പെയിൻറ്റിങ് കൊണ്ട് വെക്കുകയോ അപൂർവം കുറച്ച് പേര് മാത്രമാണ് ചെയ്യാറ്. അപ്പോൾ അത് എത്ര വില കൊടുത്തും ഗംഭീരമായിട്ടുള്ള പെയിൻറ്റിങ്സുകൾ വാങ്ങാനൊക്കെ നമുക്കറിയാം. മട്ടാഞ്ചേരിയിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷുകാർ വാങ്ങിക്കൊണ്ട് പോകുന്നതും ഇംഗ്ലീഷുകാർ ചെയ്യുന്നതും വിദേശത്ത് ഇതിന് കിട്ടുന്ന വാല്യൂ ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ നമ്മളുടെ കലാകാരന്മാർ, കഴിവുള്ള കലാകാരന്മാർ അംഗീകരിക്കപ്പെടാനും അതുപോലെ തന്നെ ലോകത്ത് ഈ ലിയോണാർഡോ ഡാവിഞ്ചിയെ പോലെയും ഒക്കെ വലിയ താരങ്ങളായിട്ട് മാറാനൊക്കെ കഴിവുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ഈ പറഞ്ഞ പോലെ, ഇപ്പോൾ ഒരിക്കൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിക്കാനൊരു അവസരം എനിക്ക് കിട്ടി. അന്ന് ഞാൻ സംസാരിച്ചത് കേരളത്തിലുള്ള കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ 2 കാര്യങ്ങളാണ് അന്ന് പറഞ്ഞത്. ഒന്ന്, നമ്മളുടെ ആർക്കിടെക്റ്റും ഇപ്പോൾ എഞ്ചിനീയറിങ്, ഇപ്പോൾ നമ്മൾ ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല നിർമ്മിതികളും നമ്മളുടെ നാട്ടിൽ വരാറുണ്ട്. ആ നിർമ്മിതികൾ വരുന്ന സമയത്ത് അതിൽ വരുന്ന ആർക്കിടെക്റ്റുകളെയും അതുപോലെ തന്നെ എഞ്ചിനീയർമാർക്കൊപ്പം നമുക്ക് ഹൈ ടാലൻറ്റഡ് ആയിട്ടുള്ള കലാകാരന്മാരും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മളുടെ നഗരപ്രദേശങ്ങളും ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ റോഡ് സൈഡും ബസ് സ്റ്റോപ്പ് വരെ വളരെ കലാപരമായിട്ടുള്ള സൗന്ദര്യമുള്ള നിർമ്മിതികളായിട്ട് മാറും. അപ്പം അത്തരത്തിൽ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് കലാകാരന്മാർക്ക് അതുകൊണ്ട് ജീവിക്കാനുള്ളൊരു മാർഗമായി തീരും. ഒപ്പം പുതിയ സൃഷ്ടികൾ വരും, ഭാവനകൾ വരും. രണ്ടാമത് ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഞ്ചായത്ത് ഓഫീസുകളിലും അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിലും സർക്കാർ മന്ദിരങ്ങളിലൊക്കെ നമ്മൾ നിലവിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ചിത്രം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അതിന് പകരം പ്രദേശവാസികളായിട്ടുള്ള കലാകാരന്മാരെ കൊണ്ട് ഒറിജിനൽ ചിത്രം വരപ്പിച്ച് അവിടെ കൊണ്ടുവയ്ക്കാൻ, ആ നാടിൻ്റെ സംസ്കാരം ഉൾപ്പെടുന്ന ചിത്രങ്ങൾ വരപ്പിച്ച് അവന് അർഹമായിട്ടുള്ള തുക കൊടുത്തുകൊണ്ട് വരപ്പിച്ച് വെക്കാൻ കഴിയുകയാണെങ്കിൽ ഈ കേരളത്തിലോട്ട് ഒട്ടുമിക്ക കലാകാരന്മാർക്കും ഒരുപാട് ജോലികളും അല്ലെങ്കിൽ അവർക്കൊരു അവസരങ്ങൾ, അവർക്ക് ജീവിക്കാനുള്ള സാധ്യതകളും, അവർക്ക് പുതിയ ഭാവനകളും ചിന്തകളും വരും, പുതിയ സൃഷ്ടികൾ. അപ്പോൾ കല വളരും. നമുക്ക് നഗരപ്രദേശങ്ങളൊക്കെ ഈ ചിത്രങ്ങൾ കൊണ്ട് സൗന്ദര്യവൽക്കരണം നടത്താൻ വരെ നമ്മളുടെ കലാകാരന്മാരെ കൊണ്ട് കഴിയും. അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ കുറേയും കൂടി കല ആളുകൾ ശ്രദ്ധിക്കപ്പെടുകയും അതിനുള്ള വാല്യൂ കിട്ടുകയും ചെയ്യും. ഞാൻ ചില കലാകാരന്മാരൊക്കെ കണ്ടുണ്ട്, അസലായിട്ട് വരയ്ക്കുക, അസലായിട്ട് കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരൊക്കെ ഉപയോഗിക്കുന്ന ആകെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചുമരെഴുതാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണത്. ചില അസാധ്യമായിട്ട് വരയ്ക്കുന്നവരായിരിക്കും, അസാധ്യമായിട്ട് കലയുള്ളവരായിരിക്കും. പക്ഷേ അവരെ വരയ്ക്കുന്നൊരു കാലഘട്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോർഡിങ്സ് വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഫ്ലെക്സ് വന്നേ പിന്നെ ഈ കലാകാരന്മാരൊക്കെ പെയിൻറ്റിങ് പണിക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയിലേക്ക്
പോകുന്നൊരവസ്ഥ വന്നു എന്നുള്ളതാണ്. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നന്നായിട്ട് വരയ്ക്കുന്ന ആളുകളൊക്കെ പിന്നീട് പെയിന്റ് പണിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകും. അതിൻ്റെ ഒരു അടുത്ത ലെവലിലേക്ക് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിന് പ്രോത്സാഹനം അത് കൊടുക്കാനാണെങ്കിലും തന്നെയാണ് അതിൻ്റെ അടുത്ത തലങ്ങൾ കണ്ടെത്താൻ അവർക്കറിയില്ല. അത് സർക്കാർ സംവിധാനങ്ങൾ പോലും അതിന് സപ്പോർട്ട് തയ്യാറാകുന്നില്ല. ഉണ്ടെങ്കിൽ മാത്രമേ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. അതിന് ഈ സർക്കാർ സംവിധാനങ്ങൾ അതിന് തയ്യാറാവണം എന്ന് തന്നെയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഇതിന് പ്രത്യേകമായിട്ടുള്ള കോളേജുകളിലും സ്കൂളുകളിലൊക്കെ പ്രത്യേകമായിട്ട് അതിനൊരു പഠന സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ നൽകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കല ഡെവലപ്പ് ആവുമെന്നാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല ഇപ്പം നമ്മൾ ചെയ്യുന്നതൊക്കെ തന്നെ ഈ കലയെ ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെയാണ്. ഇത്തരം കലകൾ ലോകശ്രദ്ധ പിടിച്ചു പറ്റണം, അല്ലെങ്കിൽ ആളുകൾ അറിയണം, ഇങ്ങനെയൊക്കെ അതിനുവേണ്ടി തന്നെ ഇപ്പോൾ കുറേ ആളുകളിലൊക്കെ നമുക്ക് പ്രചോദിപ്പിക്കാനും ഒരു മോട്ടിവേഷൻ കൊടുക്കാനൊക്കെ പറ്റിയതൊക്കെ ഉള്ളത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടൊക്കെ തന്നെയാണ്. ഞാൻ ചെയ്തത് വലിയ കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നും പറഞ്ഞ് തള്ളി മറിക്കുകയല്ല. പക്ഷേ ഞാൻ കാണാത്ത അല്ലെങ്കിൽ എന്നെപ്പോലുള്ള കലാകാരന്മാർ കാണാത്ത ആശയങ്ങൾ, ചിന്തകൾ, ഭാവനകളൊക്കെ പുതിയ തലമുറയിലെ കലാകാരന്മാർക്കും ഉണ്ടാവും. വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങൾ ചെയ്യാനുള്ള ആശയങ്ങളുണ്ടാവും. അതൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് നമ്മളുടെ ഭരണ സംവിധാനത്തിനും അല്ലെങ്കിൽ നമ്മളുടെ നാട്ടുകാർക്കൊക്കെ കഴിയണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഭാവിയിലെങ്കിലും ഒരു കലാപരമായിട്ടുള്ള കലാസൗന്ദര്യമുള്ള ഒരു കേരളം പടുത്തുയർക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന് കുടുംബങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടുകാരൊക്കെ ഇതുകൊണ്ട് നിനക്ക് ജീവിച്ചു പോകാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾ പല കോണിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ടല്ലേ പല ആളുകളും ഇതിൽ നിന്നും പിന്മാറിപ്പോകുന്നത്? ഇത് സപ്പോർട്ടില്ലായ്മ തന്നെയാണ്. ഈ പൊതുവെ ഈ കലാകാരന്മാർക്ക് ഒരു വരുമാനമില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു വരുമാനമില്ല എന്നുള്ളൊരു തോന്നൽ പൊതുവെ ആളുകൾക്ക് വരുന്നത്. പക്ഷെ നിലവിൽ ഇത്തരത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതിന് വാല്യൂ ലഭിക്കുകയും അവർക്ക് ജീവിതമാർഗവും അതുപോലെ തന്നെ പുതിയ സൃഷ്ടികൾ രൂപപ്പെടുകയൊക്കെ ചെയ്യും. നമ്മുടെ നാട്ടിൽ കഴിവില്ലാത്ത ആളുകളൊന്നും അല്ല, എല്ലാവർക്കും അത്യാവശ്യം പരിശ്രമിച്ചാൽ നടക്കും. ഇപ്പോൾ ഐസൻകട്ടയിൽ ഞാൻ പെയിൻ്റ് അടിച്ചത് ഞാൻ പരിശ്രമിച്ചത് കൊണ്ടാണ്. 10 വർഷമായിട്ട് ഞാൻ വേദികളിലും അല്ലെങ്കിൽ അഭിമുഖങ്ങളിലും എല്ലാവരും ഞാൻ പറയുന്നൊരു കാര്യമാണ് ഐസൻകട്ടയിൽ പെയിൻ്റ് അടിക്കണമെന്ന്. പക്ഷേ ഇത്രയും വലിയ കളർഫുള്ളായിട്ടുള്ളൊരു ചിത്രം, ഇത്രയും വലുപ്പത്തിലൊരു ചിത്രം ഇതുവരെ ഈ 10 വർഷത്തിനുള്ളിൽ ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷെ നമ്മൾ നെറ്റ് സെർച്ച് ചെയ്തിട്ട് പോലും ലോകത്ത് ആരും ചെയ്തതായിട്ട് കണ്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, പരിശ്രമിക്കാനുള്ളൊരു ഒരു ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ നടക്കുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്ത് കാണിച്ചത്. അത് ഞാൻ അഹങ്കാരത്തോടുകൂടി പറയണതല്ല, പക്ഷേ അത് പരിശ്രമിക്കാത്തതിൻ്റെ കുഴപ്പമാണെന്നാണ്. ഇപ്പോൾ എനിക്ക് തീക്കട്ടയിൽ ഇനി അടുത്ത് ഒരു ചിത്രം തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. തീക്കട്ട പല നിറങ്ങളിൽ കത്തുന്ന തീക്കട്ടകളുണ്ട്, കനലുകൾ. അതിപ്പോൾ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വ്യത്യസ്ത തലങ്ങളിലുള്ള പൊട്ടാസ്യം, അങ്ങനെ എന്തോ സൾഫേറ്റോ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് പച്ച നിറങ്ങളും നീല നിറങ്ങളും ചുവപ്പ് നിറങ്ങളൊക്കെ കത്തുമ്പോൾ കിട്ടുന്നതൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടൊരു ചിത്രം ചെയ്താൽ എന്താണ് കുഴപ്പം? അത് ആരെങ്കിലും ചെയ്യട്ടെ, ഞാൻ ചെയ്യണം തന്നെയല്ല പറയുന്നത്. നമുക്ക് പരിശ്രമിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, തിരിച്ചറിവ് ഉണ്ടാവണം. നമ്മൾ വർക്ക് ചെയ്താൽ മാത്രം പോരാ, ഹാർഡ് വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അതിന് പരിശ്രമം അത്യാവശ്യമാണ്. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്ന പല പഴഞ്ചൊല്ലുകളും നമുക്ക് തിരുത്താൻ പറ്റും. മാറ്റങ്ങളുടെ കാലമാണ്, തിരുത്തലുകളുടെ കാലമാണ്. ആ സമയത്ത് നമ്മൾ പലതും ശ്രമിച്ചാൽ നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം ജീവിതത്തിൽ. ആ ലക്ഷ്യത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനായിട്ട് പലതുണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. ഈ നാട്ടിൽ ഞാൻ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. ഈ ലോകം എന്ന് പറയുന്നത് വളരെ വലുതാണ്, മനുഷ്യൻ വളരെ ചെറുതും. എന്നാൽ മനുഷ്യൻ്റെ ചിന്തകൾ എന്ന് പറയുന്നത് ഈ ലോകത്തേക്കാൾ വലുതാണ്. നമുക്ക് വിമാനവും സാറ്റലൈറ്റും മൊബൈലും എന്ത് സാധനവും ഉണ്ടാക്കാൻ കഴിവുള്ള ചിന്തകളുള്ള ഭാവനകളുള്ള ആളാണ് മനുഷ്യൻ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതായിരിക്കണമെന്നില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ലോകത്ത് ഈ പറഞ്ഞ മനുഷ്യൻ അവൻ്റെ കഴിവനുസരിച്ച് പ്രയത്നിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ നമുക്ക് എന്തും സാധിക്കാം. അത് ഇംഗ്ലീഷുകാരനായിട്ട് ജനിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ കേരളത്തിലെ ഒരു നാട്ടിൻപുറത്ത് ഒരാളായിട്ട് ജനിച്ചാലും മതി. നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറായാൽ മാത്രം മതി. എന്താണെങ്കിലും അങ്ങയുടെ കഴിവുകൾ ഇനിയും ലോകത്ത് എല്ലാവരും അറിയാൻ കഴിയട്ടെ. എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. താങ്ക് യു.